ഒരു ഉപയോഗമില്ലാത്ത സിലിണ്ടറാണ് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലാണ്. എൻ്റെ ഒരു റിലേറ്റീവിനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ എത്തിയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. നല്ല അടിപൊളി ശക്തമായ മഴ, KCB ഫുള്ള് ഡൗൺ ആയിട്ടോ. സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ നമ്മുടെ പേവാർഡ്, ഓൾഡ് പേവാർഡ്, ന്യൂ പേവാർഡിലും രണ്ടിലും ഒരു 3/4 മണിക്കൂറോളം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, അതായത് പവർ ഇല്ലായിരുന്നു. അത് ബാക്കപ്പ് അവർ കണക്ട് ചെയ്തിട്ടില്ല. ബാക്കപ്പ് ഇല്ലാത്തതാണോ അതോ എന്തെങ്കിലും മറ്റ് ഫാൾട്ടുകളാണോ ഇലക്ട്രിക്കലിൻ്റെ അറിയത്തില്ല. എന്തായാലും രണ്ട് പേവാർഡ്, രണ്ട് ബിൽഡിംഗ് ആണ്. രണ്ട് ബിൽഡിങ്ങിലും പവർ ഇല്ലാത്ത സ്ഥിതിക്ക് പവർ ബാക്കപ്പ് ഇല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർഡിൽ സൗകര്യക്കുറവ് കാരണവും വാർഡൊക്കെ ചിലപ്പോൾ ഫുള്ളായിരിക്കും ടൈമിലൊക്കെയാണ് ഈ സാധാരണക്കാരുള്ള ആൾക്കാർ പേയ്മെന്റ് അടച്ച് പേ വാർഡ് എടുക്കുന്നത്. എന്നിട്ട് പോലും അവർ ഈ മെഴുകുതിരിയും ഫ്ലാഷ് ലൈറ്റും ഒക്കെ കത്തിച്ച് വെച്ച് പേഷ്യന്റിന്റെ അടുത്തിരിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1/4 മണിക്കൂറോളം എന്തുമാത്രം ആളുകൾ പേഷ്യൻസ് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തിരുന്നത് കേട്ടോ. ഈ വീഡിയോ കണ്ടെങ്കിലും ഈ അവിടുത്തെ അധികൃതരും ടെക്നീഷ്യൻസും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പിന്നെ വേറെ എടുത്ത് പറയുന്ന ഒരു കാര്യം, ഇവിടെ അടിസ്ഥാനമായിട്ട് വേണ്ടതാണ് സേഫ്റ്റി. ആ ഒരു സേഫ്റ്റി പോലും ഇവർ പ്രോപ്പർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതാ ഈ ഒരു ഫയർ സിലിണ്ടർ നോക്കിയാണ് നമ്മുടെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ 2 സിലിണ്ടർ വെച്ചിരിക്കുന്നത്. അതിൽ ഒരു സിലിണ്ടറിന്റെ ചെക്ക് ലിസ്റ്റാണ് 19/5 ലാസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ ചെക്ക് ചെയ്താണ് ഇവർ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ, അത് പ്രഷർ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ സിലിണ്ടർ നോക്കിയപ്പോഴത്തേക്കും അതിൽ പ്രഷറേ ഇല്ല. വെരി എന്ന് വെച്ചാൽ ലോ പ്രഷർ, ഒട്ടും പ്രഷർ ഇല്ലാതെയാണ് ആ സിലിണ്ടർ അവിടെ ഇരിക്കുന്നത്. ഈ ഒരു സൂചി ഉണ്ടല്ലോ, ഇത് റെഡിൽ നിൽക്കുന്നത്. അപ്പോൾ റെഡിൽ നിൽക്കുമ്പോൾ ഒട്ടും പ്രഷർ ഇല്ല, ഇത് ഗ്രീനിലാണ് നിൽക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഗുഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം സേഫ്റ്റിക്ക് പോലും അത്രയ്ക്ക് അവർ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. ഇനി ഇതുപോലെ എത്രയോ സിലിണ്ടറുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതും എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ടെക്നീഷ്യൻസ് ആണ് ഈ ഫയറിന്റെ ഇതെല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പം കണ്ടപ്പോൾ ഞാൻ എടുത്ത വിഷ്വൽസ് ആണ് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഫയറിന്റെ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. ഫയറിന് അവർ ആ വീക്കിലി ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നില്ലെന്ന് ആ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ വിഷ്വൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 19/5 ചെക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ അതിന്റെ ഫുൾ പ്രഷർ ഡൗൺ ആണ്, അതിൽ പ്രഷർ ഇല്ല. അത് ഇതെല്ലാം അവരുടെ ഒരു ഫാൾട്ടാണ്. അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം. ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ ഒരു 5 ദിവസം കൊണ്ടൊന്നും ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇത്രയും പ്രഷർ ലോ ആവത്തില്ല. അത് ഒരു കാര്യം. പിന്നെ അവിടുത്തെ പവർ ബാക്കപ്പ്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ അധികൃതരായിരുന്നാലും ഇത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആയിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.